നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് സഫാരി ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൂത്താട്ടോളം റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അഗ്രി എഡ്യൂ ടൂറിസം പരിപാടിയുടെ ഭാഗമായി തിരുമാറാടി, കിഴകൊമ്പ്, ആരക്കുഴ, കുഴിക്കാട്ടുകുന്ന് എന്നിവിടങ്ങളിൽ നടന്ന കാർഷിക പാഠശാലയിൽ പുതുതലമുറയിലെ കർഷകർ അനുഭവങ്ങളും അറിവുകളും പങ്കുവച്ചു. പഴവർഗ്ഗ കൃഷിയിൽ കർഷകന്റെ അന്വേഷണവും കണ്ടെത്തലുകളുമാണ് പുതുതലമുറക്കാരായ കർഷകർ നൽകുന്ന പാഠങ്ങളെന്ന് കൂത്താട്ടോളം മേഖലയിൽ വിവിധ കാർഷിക കേന്ദ്രങ്ങളിൽ ഒരുക്കിയ കൃഷി പാഠശാലയിലെത്തിയ കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ബോധ്യമായി. തിരുമാറാടി ഐശ്വര്യയിൽ ചേർന്ന ചടങ്ങിൽ തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും അവിടെ വന്നിട്ട് പല പരിപാടികളിലും വന്നിരുന്ന് നമ്മളിങ്ങനെ ഒന്ന് കടടച്ച് വെടിവെച്ച് ഞങ്ങൾ പോകുന്നു. എന്താണ് അവിടെ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാറില്ല. അതിലെല്ലാം പതിവ് വിപരീതമായി അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്തു. അതിലേക്കാരും ഉപരി ഇവിടെ വന്നപ്പോൾ ഞാൻ 1-2 പേരുമായിട്ട് പേഴ്സണലി സംസാരിച്ചു. പല വ്യത്യസ്ത മേഖലകളിൽ അവരുടെ ജീവിതമാർഗം കണ്ടെത്തി റിട്ടയർമെന്റ് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് ഇവിടെ എത്തിയിരിക്കുന്ന പലരും. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ ടൂറൊക്കെ പോയി വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. വീട്ടിൽ പോകണം. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആടിനെ അയച്ചു കിട്ടണം, പശുവിനെ അയച്ചു കിട്ടണം, വീട്ടിൽ ചെന്നിട്ട് കഞ്ഞി വയ്ക്കണം, കറി വെക്കണം, അങ്ങനെ ഒരു ടെൻഷനാണ്. പക്ഷെ ഇവിടെ വന്ന് ടെൻഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ത്രീകളിൽ പലരിലും ഒരു ഇപ്പോഴും ചിരിച്ച മുഖത്തോട് കൂടിയിരിക്കണം. സാധാരണ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ യാത്രയൊക്കെ പോയത് അവർ ടെൻഷനാണ്, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ടെൻഷനാണ്. അതിലേക്കാരും ഉപരി ഇവിടെ വളരെ ചിരിച്ച ഒരു മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. രാവിലെ തൊട്ട് ഈ കഴിഞ്ഞ നിമിഷം വരെ ഒന്നിച്ച് യാത്ര ചെയ്തവരാണ്. നമ്മൾ നടത്തിയ പരിപാടി എന്താണ് എന്ന് നമ്മുടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സാരഥികളെയും തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികളെയും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന് നേതൃത്വം നൽകുന്ന സഹകരിക്കുന്ന കൂത്താട്ടോളം റോട്ടറി ഇന്റർനാഷണൽ ക്ലബിനെയും അറിയിക്കുക. ഭാരവാഹികളൊക്കെ ഇതിന് ഫോട്ടോയും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ ഇതിന്റെ സത്ത എന്താണെന്ന് അറിയിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ കൂടിയാണ്. ഈ സെക്ഷനിലേക്ക് നമ്മൾ രാവിലെ കണ്ട കൃഷിഫാമുകളിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതുതലമുറക്കാരായ കാർഷിക രംഗത്തെ ആളുകൾ അവർ കൂടി എത്തും. ഈ ഒരു പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂത്താട്ടോളം കേന്ദ്രീകരിച്ച് ഒരു അഗ്രി എഡ്യൂ ടൂറിസം പദ്ധതി പണ്ട് മുതലേ ഉള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പലപ്പോഴും ഞങ്ങളെ പുതിയ പദ്ധതികൾ ഐഡിയാസ് വരുമ്പോൾ ജോൺസണുമായിട്ട് വിളിക്കാറുണ്ട്. ജോൺസൺ എന്നെയും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ജോർജ് സാറും സന്ധ്യയും. തിരുമാറാടിയെ സംബന്ധിച്ചിടത്തോളം തിരുമാറാടി ഈ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണസാരഥ്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ടൂറിസം പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് MM ജോർജ് അധ്യക്ഷനായി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സിനോജ്, സഫാരി ഫാർമേഴ്സ് ക്ലബ്ബ് കൺവീനർ സാബു ജോർജ്, പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ ഫെസിലിറ്റേറ്റർ VC മാത്യു, TA ജോൺസൺ, MC സാജു, ഡയസ് കിഴകൊമ്പ്, ബിബിൻ ദാമോദർ പരിശുദ്ധം എന്നിവർ സംസാരിച്ചു. ചെയ്യുന്നതെന്ന് നമ്മളൊരു പ്ലാനിങ് നടത്താറുണ്ട്, ഒരു പ്രസ് മീറ്റ് നടത്തി അറിയിക്കാറുണ്ട്. അപ്പോൾ കൂത്താട്ടോളം റോട്ടറി ക്ലബിലെ ഈ വർഷത്തെ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്യുക, കർഷകരെ ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഞങ്ങളുടെ ക്ലബിലെ പ്രൊജക്ട് ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട ജോൺസൺ ചേട്ടൻ. അദ്ദേഹമാണ് ഈ പരിപാടികൾ ഇത്ര ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്തത്. PJ ജോസഫ്, ബാബു മാധവൻ, സോഫിയ അമ്മ, ജോസഫ് സെബാസ്റ്റ്യൻ, ഗീതാചന്ദ്രൻ, സാബു ജോർജ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം നടത്തി. തിരുമാറാടിയിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിത്തോട്ടത്തിൽ കർഷകൻ MC സാജുവും, കിഴവമ്പിലെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പഴവർഗ്ഗത്തോട്ടത്തിലെ ഡയസും, ആരക്കുഴയിലെ 5000 പ്ലാവുകൾ കൃഷി ചെയ്തിരിക്കുന്ന പരിശുദ്ധം ഫാം കൃഷിത്തോട്ടത്തിൽ ബിബിൻ ദാമോദരനും അധ്യാപകരായി കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചു. കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കുഴിക്കാട്ടുകുന്നിലെ കാസ്കോ 163 കമ്പനിയിൽ പ്രസിഡന്റ് അനിൽ ചെറിയാൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സംബന്ധിച്ച് വിവരങ്ങൾ കർഷകർക്ക് കൈമാറി.
വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.